ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ്. 2025 മാർച്ച് മാസം 16 മുതൽ 22 വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 2 മുതൽ 8 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. അത് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ 2.25 നക്ഷത്രം വീതമുള്ള ഓരോ രാശികളായിട്ട് 12 രാശികളായിട്ട് തിരിച്ച് ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കഷ്ടതയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഷ്ടതയിലൊന്നും ചെന്ന് പെടാതെ ഇരിക്കുവാൻ ജാഗ്രത പാലിക്കേണ്ടത് ഏതൊക്കെ വിധമാണ്, വഴിപാടുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നു. അതായത് വിവാഹപ്പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും, തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്ന കാര്യത്തിലായാലും, വിദ്യാകാര്യങ്ങൾ നോക്കുന്നതിനോ വിവാഹ കാര്യങ്ങൾ നോക്കുന്നതിനോ ദാമ്പത്യ ക്ലേശം, അങ്ങനെ നിരവധി കാര്യങ്ങളാണല്ലോ, അതിനൊക്കെ അവസരമുണ്ടായിരിക്കുന്നത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള ആഴ്ചയാണ്. ഒരു ആഴ്ചത്തെ ഫലം എന്ന് പറയുമ്പോൾ ചെറിയ കുറഞ്ഞ ദിവസങ്ങളിലെ ഫലമാണല്ലോ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആഴ്ച പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി, ഭക്ഷണ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു സമൃദ്ധിയുടെ ഒരു ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട്. ബന്ധുക്കളുമായിട്ട് കൂട്ടി സമാഗമം ഉണ്ടാകുക, നല്ല ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അതുപോലെ തന്നെ ഒന്നിച്ച് ഏതാനും ദിവസമൊക്കെ കഴിഞ്ഞുകൂടുന്നതിനും ഒക്കെ യോഗമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ സാധിക്കുന്ന ഒരു ആഴ്ച. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതായത് കൂട്ടുകാരുടെ ഇടയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തായാലും ഒരു ബഹുമാനമൊക്കെ കിട്ടുക. തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഒരു മേലധികാരികളുടെയോ സഹപ്രവർത്തകരുടെയോ ഒക്കെ സഹകരണവും അംഗീകാരവും ഒക്കെ ലഭിക്കുവാൻ യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. പരസ്പരം സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ ഒക്കെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അതീവ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും വേണ്ട ഒരു ആഴ്ചയാണ്. സാഹസികമായ ജോലികൾ ചെയ്യുന്നവർ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. പ്രത്യേകിച്ച് ഇന്ന തൊഴിലുകൾ എന്ന് പ്രത്യേകം പറയുന്നില്ല. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അതുപോലെ തന്നെ മറ്റ് ഉള്ളവരുമൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം. സംസാരം വളരെ ശ്രദ്ധിക്കുക. അതായത് സ്ഫോടനാത്മകമായിട്ട് സംസാരിക്കുന്നതിനോ ചില പ്രശ്നങ്ങൾ അതുമൂലം വന്നു ഭവിക്കാതെയും വളരെ ശ്രദ്ധിക്കണം. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക. തൊഴിൽപരമായി പുരോഗതികൾ വന്നു ചെയ്യും. കുടുംബത്ത് അലോസരതകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ചില പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ അകന്ന് സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും.
കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ച. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഗൃഹം പുതുക്കിപ്പണിയണമെന്ന് ഒരു തീരുമാനമെടുത്താൽ അത് സാധിക്കും. അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കോ മറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കായാലും ചില ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിന് ഈ ആഴ്ച യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഫലങ്ങളാണ് കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക. പായസം, മാല, എണ്ണ, വിളക്കിന് എണ്ണ, നെയ്വിളക്ക് എന്നിവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ വിട്ടുമാറി ഭാഗ്യങ്ങൾ വന്നു ചേരും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച. എന്നിരുന്നാലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിനായാലും ഇന്നെന്നുള്ള കാര്യം നാളത്തേന് മാറ്റി വെക്കാതിരിക്കുക. അലസത വളരെ ദോഷം ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. അതായത് സുഹൃത്തുക്കൾ ആയാലും മറ്റുള്ളവരുടെയൊക്കെ ആണെങ്കിലും സഹായങ്ങൾ വേണ്ട സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. സംസാരത്തിൽ പിഴവുകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ വാക്ക് പാലിക്കാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാത്തതിനാൽ ചില മാനാപമാനങ്ങളോ ഒക്കെ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനായിട്ട് നല്ലതാണ്. അതുപോലെ കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുള്ള ആഴ്ച. എന്നിരുന്നാലും രാശിയിൽ കേതുവും സപ്തമത്തിൽ ശത്രുഗ്രഹങ്ങളായ ആദിത്യനും രാഹുവും അവിടെ സ്ഥിതി ചെയ്യുകയും അത് രാശ്യാധിപനായിരിക്കുന്ന ബുധൻ നീചത്തിൽ ഭവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എങ്കിലും ഭാഗ്യാധിപൻ ഉച്ചം ചെയ്ത് നിൽക്കുന്നു. ഭാഗ്യവും അതുപോലെ തന്നെ കഷ്ടതകളും വന്നു ചേരാം. പല വിധത്തിലുള്ള കഷ്ടതകൾക്ക് സൂചനയുണ്ട്. ഭാഗ്യങ്ങൾ ഉണ്ട്, പൂർണ്ണമായിട്ടും ഭാഗ്യമുണ്ട്. എന്നിരുന്നാലും ഏത് കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ, പ്രത്യേകിച്ച് സംസാരമൊക്കെ. ഗൃഹസംബന്ധമായിട്ട് കുടുംബത്തെ മാതാപിതാക്കളോടൊക്കെ ഒത്ത് സന്താനങ്ങൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനോ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് വിജയിക്കുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ നല്ല ആഴ്ചയാണ്. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുകയും പുരോഗതികൾ വന്നു ചേരുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. അഷ്ടമത്തിൽ വ്യാഴം. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. രാശിയാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ 6-ാം ഭാവത്തിലുമാണ്. പല വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത വേണം ഭക്ഷണകാര്യങ്ങളിലുമൊക്കെ. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറക്കവും വ്യായാമവും ഒക്കെ ആവശ്യമാണ്. കുട്ടികളായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്കും ഒക്കെ ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ച. തൊഴിൽപരമായിട്ടും നല്ല വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറുകയും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം.
ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ആഴ്ച. പൊതുവെ ഒരു അലസ പ്രകൃതവും സംസാരത്തിൽ അധിക കഠിനതയും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശത്രുക്കളാകാതെ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ പുരോഗതിയും വന്നുചേരുന്ന ധനത്തിന് പാഴ്ചെലവുണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ധനം കൈകാര്യം ചെയ്യുന്നവർ അത് പിടിച്ച് ചെലവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. വേലായുധ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി സന്തോഷകരമായ കുടുംബജീവിതം സാധിക്കും. ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമവുമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. നാലാമിടത്ത് അധിക പാപബന്ധം ഉള്ളതിനാൽ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട്. അപ്രതീക്ഷിത ധന ആഗമന യോഗമുണ്ട്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും പിതൃസ്വത്തോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കൾ സഹായിച്ചോ ഗവൺമെൻറ്റിൽ നിന്നോ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാനായിട്ട് സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുകയും വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച. എന്നിരുന്നാലും ധനപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് നല്ല ദൈവാനുകൂല്യം ഉണ്ട്, വിജയിക്കും. അധിക സാഹസികത പാടില്ല. അതായത് പുതിയതായിട്ട് ജോലിയിൽ കയറുന്നവരായാലും ജോലിയിൽ സ്ഥിരമായിട്ട് ഉള്ളവർ, അത് നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ അധിക സാഹസികത പാടില്ല. അത് ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ സസ്പെൻഷനോ ഒക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. ധനം ചിലവാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഗണപതി ഹോമം വഴിപാട് ചെയ്യും, ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യസമ്പൂർണമായിട്ട് കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ആഴ്ചയാണ്. ജന്മത്തിൽ 7 ശനി തീരാൻ പോകുന്നു. ബലം കുറഞ്ഞിരിക്കുന്നു. സുഖസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നു. സുഖവും സന്തോഷവും കുടുംബത്ത് തിരിച്ചു വരുന്നു. ദൈവാധീനം തിരിച്ചു വരുന്നു. കുടുംബത്ത് എപ്പോഴും അലോസരതയൊക്കെ ഉണ്ടായിട്ട് ഒരു സമാധാനവും ഇല്ലാതെ ആയി എന്ന് വിചാരിച്ചിരുന്നവർക്ക് അവരുടെ ജീവിതം തിരിച്ച് കിട്ടുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക, എള്ളുപായസം അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യത്തിലേക്ക്, സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. എത്ര കഴിവുള്ളവരെ ആയാലും അത് ചില നഷ്ടങ്ങളുണ്ടാക്കും. എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുന്നത് അതീവ ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് ദീർഘകാലത്തേക്കുള്ളത്. പൊതുവെ വളരെയധികം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, ദമ്പതികളായിട്ടുള്ളവർക്കായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ പലതരത്തിലും
മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ഐശ്വര്യമുള്ള ആഴ്ച. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യസമ്പൂർണവുമായ ഒരു വിഷു ആശംസകൾ.